ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈ വീടുകളിലൊക്കെ ഈ പല്ലിയുടെ ശല്യം കൂടുമ്പോഴേക്കും അല്ലെങ്കിൽ ഇങ്ങനെ പെരുകുമ്പോഴേക്കും ഒത്തിരി പൊറുതി മുട്ടാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആകുന്ന ഒരു സൂപ്പർ വീഡിയോ ആണ് കേട്ടോ. ഇത് നമ്മൾ നാച്ചുറലായിട്ടൊരു സ്പ്രേ തയ്യാറാക്കി എടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ പുറത്തുനിന്നൊക്കെ ഒത്തിരി കെമിക്കൽസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് തയ്യാറാക്കിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. നിങ്ങൾ 2-3 തവണ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. 2-3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 100% റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സവോള എടുത്തിട്ടുണ്ട്, ഒരു തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇവിടെ ഇത് ഫുള്ളായിട്ട് വേണ്ട, ഇതിൻ്റെ ഒരു ഹാഫ് പോർഷൻ ഇതോടെ ഞാൻ എടുക്കുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുക, അപ്പോഴും തന്നെ അതങ്ങ് ഫിനിഷ് ചെയ്യുക, അതായത് അപ്പോഴും തന്നെ സ്പ്രേ ചെയ്ത് തീർക്കുക. അല്ലാതെ ഇത് സ്റ്റോർ ചെയ്യുകയോ അല്ലെങ്കിൽ പിന്നീട് ഉണ്ടാക്കാൻ മടി കാരണം അങ്ങനെയല്ല. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2-3 ദിവസം ഉണ്ടാക്കിയിട്ട് ഇതേപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. ഞാൻ ഈ നമുക്ക് ഈ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ഈ പല്ലി ഇരിക്കുമ്പോഴുള്ള കാര്യമല്ല കേട്ടോ. നിങ്ങൾക്ക് നല്ല പല്ലി ശല്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ 2ൻ്റെ ഹാഫ് പോർഷനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തൊരു മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുക. അപ്പോൾ മിക്സിയുടെ ജാറിടൊന്നും നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇത് ചതച്ചെടുക്കാൻ പറ്റുന്നെങ്കിൽ ഏതെങ്കിലും രീതിയിലൊന്ന് ചതച്ചിട്ട് ഇതിൻ്റെ ജ്യൂസ് എടുക്കണം. ഫുള്ളായിട്ട് ജ്യൂസ് കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനൊന്ന് ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലിട്ടതാണ്. ആ വെളുത്തുള്ളിയൊന്നും നമുക്ക് തൊലി കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അതേപോലെ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതിനകത്തേക്ക് നമ്മൾ ഇനി ഒരു 4-5 പീസ് ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അറിയാമല്ലോ, ഗ്രാമ്പു എന്ന് പറയുമ്പോൾ ഇൻസെക്ട്സിനെയൊക്കെ തുരത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഗ്രാമ്പു എന്ന് പറയുന്നത്. ഗ്രാമ്പൂവിൻ്റെ വെള്ളമൊക്കെ കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്രാമ്പും കൂടി നമ്മളിതിൽ ഇട്ട് കൊടുക്കുന്നു. ആ ഒരു സ്പെഷ്യൽ സ്മെല്ലുണ്ടാവുമല്ലോ അതിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഗ്രാമ്പൂവും വെളുത്തുള്ളിയും സവോളയും കൂടി നമുക്ക് ഒരു മിക്സിയുടെ ജാറിൽ ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് കൂടുതലായിട്ട് അരഞ്ഞു പോയി, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു അരിപ്പയിലൂടെ ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് അരിപ്പയിലൂടെ ഒരു മസ്ലിൻ ക്ലോത്തിലൂടെയോ എങ്ങനെയെങ്കിലും ഒന്ന് ഇത് അരിച്ചതിൻ്റെ ജ്യൂസ് എടുക്കണം. അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. വെള്ളം കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ജ്യൂസ് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് വേറൊരു സ്പെഷ്യൽ ഒരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്ന് തന്നെയാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ വർഷങ്ങളായിട്ട് നമ്മളൊക്കെ കണ്ടിട്ടും യൂസ് ചെയ്തിട്ടുള്ള ഒന്നാണ് ഡെറ്റോൾ എന്ന് പറയുന്നത് അല്ലേ. ഡെറ്റോൾ അറിയാം, ഇൻസെക്ട്സിനെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്യാനും വാഷ്റൂമിലും അല്ലേ ടോയ്ലറ്റിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ആ ഒരു സെയിം ഡെറ്റോളിൻ്റെ ആ ഒരു ക്യാപ്പിൽ തന്നെ ഒരു ക്യാപ്പ് ഒഴിച്ചു കൊടുക്കുന്നു. കൂടുതലായിട്ട് ഒഴിക്കരുത് കേട്ടോ. കാരണം നമ്മളിത് കൂടുതലായിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ഡെറ്റോളിൻ്റെ സ്മെല്ല് മുന്നിട്ട് നിൽക്കുകയും ചെയ്യും. നമ്മൾ ചേർത്തിട്ടുള്ള ഗാർലിക്കിൻ്റെയൊക്കെ സ്മെല്ല് പിറകിലോട്ട് പോകും. അതുകൊണ്ട് ഇത് ഒരു സ്പൂൺ തന്നെ ഒരു ക്യാപ്പ് തന്നെ ധാരാളമാണ്. അപ്പോൾ ഇത് ഞാനതേ ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പല്ലി തുരത്താനുള്ള നമ്മുടെ സ്പ്രേ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഒരു സ്പ്രേ ബോട്ടിലിനകത്ത് ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്യുന്നതായിരിക്കും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി എന്ന് പറയുന്നത് കേട്ടോ. അത് തന്നെയാണ് ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിൽ എടുക്കുക. നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു ബോട്ടിലില്ലേ നമ്മുടെ സാധാരണ ഒരു മിനറൽ വാട്ടറിൻ്റെയൊക്കെ ബോട്ടിൽ 2-3 ചെറിയ സൂചി വെച്ചിട്ട് ഹോൾസ് അതിൻ്റെ ക്യാപ്പിന് കൊടുത്തിട്ട് അതിങ്ങനെ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കത്തില്ലേ, അങ്ങനെ ചെയ്താലും മതി കേട്ടോ. സ്പ്രേ ബോട്ടിൽ ഇല്ലയെന്ന് വെച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, അങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇനി നമുക്ക് ഇത് ഏതൊക്കെ ഭാഗത്താണോ നിങ്ങളുടെ വീട്ടിൽ പല്ലിയുടെ ശല്യം കൂടുതലായിട്ടുള്ളത് ആ ഭാഗത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേട്ടോ ഒരു ദിവസം തന്നെ 2-3 തവണ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് ഇതേപോലെ സ്പ്രേ ചെയ്യണം. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കിച്ചൺ കബോർഡിൻ്റെയൊക്കെ ഇടയ്ക്കൊക്കെ ഈ പല്ലി വന്നിരിക്കാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ അതിൻ്റെയൊക്കെ സ്പോട്ട് എവിടെയാണെന്ന്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് തീർച്ചയായിട്ടും നിങ്ങൾ 2-3 തവണ കേട്ടോ, അതായത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഭാഗത്തേക്ക് അത് വരികയില്ല, അതിന് വന്നിരിക്കാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ മേത്ത് വേണമെങ്കിൽ നമുക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ, പല്ലിയെ കാണുകയാണെങ്കിൽ. അപ്പം നമ്മളിതിനെ പല്ലിയെ കൊല്ലുകയല്ല കേട്ടോ, ഇത് നമ്മൾ കൊല്ലുന്നതല്ല. പിന്നെ അതിന് ഈ ഒരു സ്മെല്ല് ഇഷ്ടമല്ലാതെ അത് ഓടിപ്പൊക്കോളും, വരില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതേപോലെ തന്നെ നമ്മളിങ്ങനെ ഇതൊക്കെ റാക്കൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിനിടയ്ക്ക് ഇതുപോലുള്ള ഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ എവിടെയാണെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് 100% നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളിത് ഒരു കാരണവശാലും സ്റ്റോർ ചെയ്യരുത്. അപ്പോഴത്തേക്ക്
ഉണ്ടാക്കുക, അടിക്കുക. ഒരു 2-3 അല്ലെങ്കിൽ 4 ദിവസം അടിക്കുമ്പോൾ തന്നെ നല്ല വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഇനി പല്ലി ശല്യമൊക്കെ എല്ലായിടത്തും കുറഞ്ഞു കിട്ടും കേട്ടോ, ഇത് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.